ബിഗ് ബോസിൻ്റെ ലൈവിൽ ഇപ്പോൾ നെവിനും ജിസേലും സ്വേച്ഛാധിപതികളായിരിക്കുകയാണ്. മൂന്നാമത്തെയും അവസാനത്തെയും ടാസ്ക്കായ വടംവലിയിൽ നെവിനും ജിസേലും എതിരില്ലാത്ത 2 തവണ അവർ ജയിച്ചിരിക്കുകയാണ്. ബെസ്റ്റ് ഓഫ് 3 ആയിരുന്നു വടംവലി, അങ്ങനെയാണല്ലോ. അങ്ങനെ 2 തവണയും ആദ്യത്തെ 2 തവണയും നെവിനും ജിസേലും തന്നെയാണ് വിജയിച്ചത്. അങ്ങനെ അവർ സ്വേച്ഛാധിപതികളായിരിക്കുകയാണ്. എല്ലാവരും തന്നെ അവരെ അഭിനന്ദിക്കുന്നുണ്ട്. എല്ലാവരും വന്ന് കെട്ടിപ്പിടിക്കുന്നൊക്കെ ഉണ്ട്. സാധാരണ ഒരു ടാസ്കിൽ ജയിച്ചാലും ഇത്രയും അഭിനന്ദനം കിട്ടില്ല. കാരണം ഈ ഒരു ടാസ്ക് ജയിച്ചവരെ സോപ്പിട്ട് നിന്നില്ല പണി ഉറപ്പാണ്. നെവിൻ ടാസ്ക് ജയിച്ചപ്പോൾ തന്നെ ചെറിയൊരു അഹങ്കാരം വന്നു. നേരെ അടുക്കള ഭാഗത്തൂടെ അങ്ങ് നടന്നു പോകുന്ന സമയത്ത് അവിടെ കുറച്ച് സംസാരം കേട്ടെ. അപ്പോൾ നെവിൻ പറയുന്നുണ്ട്, ഈ അടുക്കള ഭാഗത്തെ അങ്ങനെ അധികം സംസാരമൊന്നും വേണ്ട എന്ന് രേണുവിൻ്റെ ഒക്കെ അടുത്ത് നിന്ന് പറയുന്നു. രന ഫാത്തിമ അപ്പോൾ അടുത്ത് നിന്ന് ജിസേലിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ജിസേലെ ഈ നെവിനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ, എന്തെങ്കിലും മാർഗ്ഗം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നെവിൻ അങ്ങോട്ട് നടന്നു പോകുമ്പോൾ നെവിൻ പറയുന്നുണ്ട്, എന്നെ കള്ളാന്ന് വിളിച്ച കുറച്ച് ആൾക്കാരൊക്കെ ഇവിടെയുണ്ട്, അവരെയൊക്കെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് നെവിൻ ഇങ്ങനെ പറയുന്നുണ്ട്. ഇവർക്കിനി എന്തൊക്കെ അധികാരങ്ങളാണ് ഉള്ളത് എന്ന് നമുക്ക് അറിയുമായിരുന്നെങ്കിൽ നല്ല രസമുണ്ടായിരുന്നു. ഇവർ മിക്കവാറും ഇനി മറ്റേ കാപ്പിപ്പൊടിയൊക്കെ ഇനി എല്ലാവരുടെയും മുന്നിൽ വെച്ച് കാപ്പിയൊക്കെ ഇട്ട് കുടിക്കുന്നത് ചിലപ്പോൾ ഒരു മാസമായേക്കാം. കാരണം ഇവരെ കാപ്പി കട്ടെടുത്ത് കുടിച്ചു എന്ന് പറഞ്ഞ് കളിയാക്കിയതാണല്ലോ. അപ്പോൾ അതിനൊരു മധുര പ്രതികാരം എന്ന രീതിയിൽ അവരങ്ങനെയൊക്കെ ചെയ്യുമായിരിക്കും. എന്തൊക്കെയാണ് ഇവർ ചെയ്യുന്നത് എന്നറിയാൻ നല്ല ഇൻട്രസ്റ്റ് ഉണ്ട്. നമുക്ക് കണ്ടു തന്നെ അറിയാം. നിലവിലിപ്പോൾ എന്തായാലും ലൈവിൽ ജിസേലും നെവിനും സ്വേച്ഛാധിപതികളായിരിക്കുകയാണ്.